നമസ്കാരം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഓണവിശേഷങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വൈകി, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതാട്ടോ ഉത്രാടത്തിൻ്റെ അന്ന് മുതലുള്ള കാര്യങ്ങളാട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് തലേന്ന് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള അപ്പൂപ്പനെ അമ്മൂമ്മനെ തൃക്കാക്കരപ്പനെയൊക്കെ ഉണ്ടാക്കി ഒരുക്കിയൊക്കെ വെച്ചു. പിന്നെ അതേ തുമ്പയും കുരുത്തോലയും കൂടി വെട്ടിയരിഞ്ഞ് വെച്ചു. നാളെ ഓണം കൊള്ളാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതേ അമ്മൂമ്മേനെ അപ്പൂപ്പനെയൊക്കെ ഒരുക്കി പാറു കേട്ടോ ഇതൊക്കെ മേക്കപ്പ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മിക്കല്ല്, കാട്ടുകല്ല്, ഓരല് ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കും ഇങ്ങനെ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ്ട് കുഞ്ഞേട്ടൻ തൃക്കാക്കരപ്പൻ ചുട്ടി കുത്തുന്നുണ്ട്. തൃക്കാക്കരപ്പന് മാവ് കലക്കി ചുട്ടിയൊക്കെ കുത്താറുണ്ട് ഞങ്ങൾ. അപ്പോൾ അടുക്കളയിൽ ഇതേ ജിൻസ ഇഞ്ചിക്കറിക്കുള്ള ഒരു ഇതിലാട്ടോ, കറിക്ക് ഇഞ്ചി വറുത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കുറച്ച് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പകുതി ഫ്രിഡ്ജിലാട്ടോ. പിന്നെ ഇത് മാങ്ങ അരിഞ്ഞത് നാളത്തേക്ക് അച്ചാറിനുള്ളതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അമ്മ താണ്ടെ തറയൊക്കെ മെഴുകുന്നുണ്ട്. പൂത്തറ നാളെ ഓണം കൊള്ളാനുള്ള തറയൊക്കെ മെഴുകി സൂപ്പറാക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ തൃക്കാക്കരപ്പനൊക്കെ ചുട്ടി കുത്തി. ഒരുപാട് തൃക്കാക്കരപ്പനുണ്ട്, 10 കളോടല്ലോ. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് നേരം വെളുത്തു, 4 മണി കേട്ടോ. വെളുപ്പിന് 4 മണിക്കാണ് ഇതൊക്കെ ഓണം കൊള്ളാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചു. അതിനുശേഷം അമ്മ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പൂക്കളൊക്കെ എടുത്ത് കഴിഞ്ഞ് കളമൊക്കെ മെഴുകുന്നുണ്ട്. അതിനുശേഷം ഞാൻ തുമ്പപ്പൂട്ട് അടയൊക്കെ ചുട്ടെടുത്തു. ഈ അച്ഛൻ കുളിച്ച്, ഞങ്ങളിവിടെയൊക്കെ ആണുങ്ങളാട്ടോ ഓണം കൊള്ളുന്നത്. അപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് കുളിച്ച് മാവെടുത്ത് പച്ചരി വെള്ളത്തിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പൂത്തറയൊക്കെ അണിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അമ്മ വന്ന് ചുറ്റുമോളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ കുഞ്ഞ്, അതിനതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവളിത് എഴുന്നേറ്റ് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, എല്ലാം കണ്ട് രസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വിളക്ക് കത്തിക്കുന്നുണ്ട്, നിലവിളക്ക് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇത് മുതൽ നമ്മുടെ പൂത്തറ മുതൽ നമ്മുടെ വീടിൻ്റെ പടി വരെ കളം ഇട്ടിട്ട് അവിടെയാണ് പടിക്കുകയാണ് മഹാബലിനെ എതിരേൽക്കുന്നത്. ഇവിടെ നമ്മൾ പൂത്തറയിൽ മറ്റേ ഗണപതിക്കാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗണപതിക്ക് വെച്ചു, പൂവട വെച്ചു, അങ്ങനെ എല്ലാം വെച്ച് പിന്നെ തുമ്പപ്പൂവും കുരുത്തോലയും കൂടി അരിഞ്ഞതിട്ട് പടിക്കേന്ന് എതിരേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ എല്ലാം തൃക്കാക്കരപ്പനെയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. ആർപ്പൊക്കെ വിളിച്ചിട്ടോ, ആർപ്പ് വിളിച്ചു, അത് വീഡിയോയിൽ ഞങ്ങൾക്ക് കാണുന്നില്ല. ആർപ്പ് വിളിച്ചു, നമ്മൾ മഹാബലിയൊക്കെ എതിരേറ്റു, തൃക്കാക്കരപ്പനെയൊക്കെ എതിരേറ്റു. പിന്നെ തേങ്ങ ഉടയ്ക്കുമ്പോൾ ആർപ്പൊക്കെ വിളിക്കുന്നുണ്ട്, അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തേങ്ങയൊക്കെ ഉടച്ചു കഴിഞ്ഞിട്ട് കുറച്ച് അവിടെയൊക്കെ ആ വെള്ളം തളി, അങ്ങനെ എന്നിട്ട് ആ തേങ്ങ വെള്ളം 2 മുറിയിലായിട്ട് ഒഴിച്ചു. ബാക്കിയുള്ള വെള്ളം കുറച്ച് കിണ്ടിന്ന് ഒഴിച്ച് തുമ്പയുടെ ഇലയുടെ ഒരു എഡ്ജ് ഭാഗം എടുത്ത് 2 തേങ്ങയിലിടും. അപ്പോൾ അത് നോക്കിയൊക്കെയാണ്, ആ ദിശ നോക്കിയൊക്കെയാണ് അവർ ഇത് ഇങ്ങനെ പറയും, ലക്ഷണമൊക്കെ പറയും. മുതിർന്നവർക്കറിയാം, എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഭംഗിയായിട്ട് ഈ കൊല്ലത്തെ ഓണമൊക്കെ കൊണ്ട് മഹാബലിയൊക്കെ എതിരേറ്റ് ഞങ്ങൾ മാവെടുത്ത് പടി മുതൽ നടക്കുന്ന മുതൽ അടുക്കള വരെ ഞങ്ങൾ അണിയും. പിന്നെ കൈപ്പത്തി ഒക്കെ ആ മാവിൽ മുക്കി കൈപ്പത്തിയൊക്കെ വെച്ച് വാതിലിൽ കൈപ്പത്തിയൊക്കെ വെക്കും. അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ പണ്ട് മുതലേ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ചുറ്റുമോളെ കൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യിച്ചു. ഞാൻ ചെയ്തില്ല, അച്ഛൻ ചുറ്റുമോളും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വച്ചതൊക്കെ മുടക്കി അതിൽ നിന്ന് കുറേശ്ശൊക്കെ എടുത്ത് വഴിപാടാക്കി. അതിന് ശേഷം നേരം വെളുത്തു. കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഈ കാഴ്ച. അപ്പോൾ ഞാനും ദേവും ചുറ്റുമോളും കൂടെ അമ്പലത്തിൽ പോയി. വലിയൊരു പൂക്കളാട്ടോ കടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇട്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം അങ്ങനെയാണ്. അപ്പോൾ ആലിനൊക്കെ ചുറ്റും വലം വെച്ചു. ഇത് ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നിരുന്നത്. അപ്പോൾ ഈ പാർത്ഥസാരഥിയിൽ അവിടെ തൊഴുതു. അതിന് നേരെ കുളമാണ് കേട്ടോ. അപ്പോൾ ചുറ്റുവിനെ കുളം കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ 2 പേരും നീന്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചു കൊടുത്തു. കുളത്തിൽ ഒരുപാട് മീനുണ്ട്. അങ്ങനെ വലിയ മീനാട്ടോ, മീനുകളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നിന്നു. അപ്പോൾ ഈ കിളിയല്ല, ഒരു കുളക്കോഴി, അറിയില്ല, അതിങ്ങനെ നീന്തി വന്ന് അവിടെ നിന്ന് കുടയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചുറ്റുവിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന്